അന്തരീക്ഷ മലിനീകരണത്തിന്റെ 80% ഊർജ്ജ ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഹരിതഗൃഹപ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാകുന്ന വാതകങ്ങളുടെ ബഹിർഗമനം ഈ പ്രക്രിയയിൽ 88% വരും. വീടിനെക്കുറിച്ച് പറയുമ്പോൾ അടുക്കളയുടെ കാര്യം വിസ്മരിക്കരുതല്ലോ. നമ്മുടെ ഊർജ്ജ ചെലവിന്റെ 3/4 അടുക്കളയിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നിശ്ചയമായും കാര്യക്ഷമതയുള്ളതായിരിക്കണം. ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. അടുക്കളയിൽ 24 മണിക്കൂറും ഊർജ്ജം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് റെഫ്രിജറേറ്റർ. വൈദ്യുതി ബില്ലിന്റെ 15% ഇതിനുവേണ്ടിയാണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് ഫ്രിഡ്ജിന്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിച്ചാൽ ഏറെ ലാഭം നേടാനാകും. ഫ്രിഡ്ജ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറക്കല്ലേ, കറണ്ട് വെറുതെ പാഴാകും. സന്ധ്യാനേരത്ത് ഫ്രിഡ്ജ് കുറച്ചേരം ഓഫാക്കൂ. ആഹാരം കേടാവില്ല, മാത്രമല്ല കറണ്ടും ലാഭിക്കാം. നമ്മുടെ ആവശ്യത്തിന് അനുയോജ്യമായ വലിപ്പമുള്ള റെഫ്രിജറേറ്റർ വേണം തിരഞ്ഞെടുക്കാൻ. റെഫ്രിജറേറ്ററിന്റെ ഊഷ്മാവ് സാധനത്തിന്റെ അളവും അന്തരീക്ഷ താപനിലയും അനുസരിച്ച് സെറ്റ് ചെയ്യേണ്ടതാണ്. റെഫ്രിജറേറ്ററിന്റെ ഊഷ്മാവ് 2.2 സെന്റിഗ്രേഡിനും 4.4 സെന്റിഗ്രേഡിനും ഇടയിൽ സെറ്റ് ചെയ്യുക. ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാറിയ ശേഷം മാത്രം ഫ്രിഡ്ജിനകത്ത് വയ്ക്കണം. റെഫ്രിജറേറ്റർ ഇടയ്ക്കിടെ തുറക്കരുത്. അത് വൈദ്യുതിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കും. ആവശ്യത്തിനു മാത്രം തുറന്ന് സാധനങ്ങൾ എടുക്കുകയോ വയ്ക്കുകയോ ആണ് ചെയ്യേണ്ടത്. ഫ്രീസർ ഒഴിഞ്ഞുകിടക്കാൻ അനുവദിക്കരുത്. ഒഴിഞ്ഞുകിടക്കുന്നതിനേക്കാൾ അതിൽ നിറയെ സാധനങ്ങളുള്ളപ്പോഴാണ് ഫ്രിഡ്ജ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്നും എടുക്കുന്ന ആഹാര സാധനങ്ങൾ തണുപ്പ് മാറിയതിനു ശേഷം മാത്രമേ ചൂടാക്കാവൂ. വീട്ടിൽ വൈദ്യുതി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 2 ഉപകരണങ്ങളാണ് ഗീസറും ഇസ്തിരിപ്പെട്ടി അഥവാ അയണും. വീട്ടിലെ ഓരോരുത്തരും പലതവണ ഇസ്തിരി ഇടുന്നതിനു പകരം ഒരുമിച്ച് ഒരാഴ്ചയിൽ 1 തവണ ഇസ്തിരി ഇടുന്നതാണ് നല്ലത്. ഗീസറിലെ വെള്ളം ഇളം ചൂടുള്ളപ്പോൾ തന്നെ കുടുംബാംഗങ്ങൾ ഒന്നൊന്നായി കുളിക്കുകയാണെങ്കിൽ നല്ലൊരളവ് ഊർജ്ജം ലാഭിക്കാൻ കഴിയും. തണുത്ത വെള്ളം ചൂടാകുന്നതിനേക്കാൾ കുറച്ച് സമയം കൊണ്ട് ഇളം ചൂടുവെള്ളം ചൂടാകും എന്നറിയുക. വെള്ളം ചൂടാക്കുന്നതിനായി സോളാർ വാട്ടർ ഹീറ്റർ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. നോക്കൂ, ഉഷ്ണകാലത്ത് നാം ചൂടെടുത്ത് വിലപിക്കാറില്ലേ? ഇതിന്റെ കാരണം സൂര്യാഘാതമാണ്. ഇത് കുറയ്ക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ: മരങ്ങൾ വച്ചുപിടിപ്പിക്കുക എന്നത്. കോൺക്രീറ്റ് സൗധങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു. നമ്മുടെ വെള്ളക്കെട്ടുകൾ നികത്തിയാണ് ഇവ ഏറെയും ചെയ്യുന്നത്. ഫലമോ ശുദ്ധജലം ഇല്ലാതാകും. വീടിന്റെ കിഴക്കും പടിഞ്ഞാറും മരങ്ങൾ വച്ചുപിടിപ്പിക്കണം. ഇത് നോക്കൂ. ഊർജ്ജ ദുർവിനിയോഗം നിരവധി പ്രശ്നങ്ങളുണ്ടാക്കുന്നുവെന്ന് അറിയാമോ? പെട്രോൾ ക്ഷാമം, വിലക്കയറ്റം, മലിനീകരണം, വ്യവസായശാലകൾ അടയ്ക്കേണ്ടി വരുന്നത്, വൈദ്യുതി ക്ഷാമം, ആരോഗ്യപ്രശ്നം, തൊഴിലില്ലായ്മ തുടങ്ങിയവ അതിൽ പ്രധാനമാണ്. ഒന്നോർക്കുക, ഉള്ള ഊർജം മുഴുവൻ ഉപയോഗിച്ചാൽ നമ്മുടെ അടുത്ത തലമുറയുടെ കാര്യം കഷ്ടത്തിലാകും. മലിനീകരണം കാരണം നമ്മുടെ കുട്ടികൾക്ക് മുഖംമൂടിയുമായി മുതുകിൽ ഓക്സിജൻ സിലിണ്ടർ ധരിച്ച് നടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത്തരം ഊർജ്ജദായക വസ്തുക്കൾ അമൂല്യമാണെന്ന കാര്യം ഓർമ്മിക്കുക. എന്ത് മനോഹരമായ കാഴ്ച! നക്ഷത്രദീപങ്ങൾ മിന്നുന്നത് പോലെ. പക്ഷേ ഈ തിളക്കത്തിനിടയിൽ എത്രമാത്രം വൈദ്യുതി പാഴാകുന്നുണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വൈദ്യുതി പാഴാക്കി നാളെ ഈ തിളക്കം മങ്ങി മങ്ങി നാം അന്ധകാരത്തിൽ ചെന്നെത്തും. മങ്ങാതിരിക്കട്ടെ ഈ വെളിച്ചത്തിന്റെ തിളക്കം. വൈദ്യുതി ഇന്നത്തെ മിച്ചം, നാളത്തെ വെളിച്ചം.